തീർത്തും അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളാണ് പാചകം. ഒട്ടും അറിയില്ല, ഒന്നും അറിയില്ല. എനിക്ക് അറിഞ്ഞുകൂടാത്ത ആ സംഗതിയിൽ പോയി ഞാൻ തല വെക്കാറില്ല. ബിക്കോസ് മറ്റേ പഞ്ചാബി ബോസി പറഞ്ഞല്ലോ, ആർക്കാ മനോഹരമായി തുണി അലക്കാൻ അറിയുന്നത്, എനിക്കറിയില്ല മുതലാളി എന്ന് ജിസേട്ടന് ഒന്നും അറിയില്ല എന്ന് പറയണ്ട. നന്നായി കോഫി ഉണ്ടായിരുന്നു, എനിക്ക് ഉണ്ടാക്കി തരാറുണ്ട്. ആ കാലഘട്ടത്തിലൊക്കെ വീട്ടിൽ ചായ ഉണ്ടാക്കിയിരുന്നത് ഞാൻ കൃത്യമായിട്ട്. അതിനുശേഷം ഏത് കാലഘട്ടത്തില്? പ്രസവ കാലഘട്ടത്തിൽ. കഴിഞ്ഞില്ലേ? ഞാൻ എവിടെയോ വായിച്ചു, 5ാമത്തെ കുട്ടി ഉണ്ടായപ്പോ മൂത്താള് പറഞ്ഞു നിർത്തിക്കോന്നോ, അങ്ങനെ സംഗതി. മൂത്ത മോനും എന്റെ 5ാമത്തെ മോളും തമ്മിൽ 21 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അവൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് അവന്റെ അമ്മ ഇപ്പോഴും പ്രസവിക്കുന്നു എന്ന് പറയണത് ഒരു നാണക്കേട് പോലെയൊക്കെ തോന്നിയിട്ടുണ്ടാവും. നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് 27 വർഷമായി, മൂത്താൾക്ക് 21, മൂത്താൾക്ക് ഇപ്പൊ 24 വയസ്സ്, 25 വയസ്സ്, 25 വയസ്സ്. ഏറ്റവും ഇളയ ആൾക്ക് ഇപ്പൊ 4 വയസ്സ്. എനിക്ക് പണ്ട് ഒരു ഡസൻ ഉണ്ടായിരുന്നു, അതായത് 12 പിള്ളേർ വേണമെന്നായിരുന്നു. പക്ഷെ അത് എന്റെ ഒരു ഫാന്റസി മാത്രമായി ഞാൻ അങ്ങോട്ട് ഒതുക്കി. സത്യം മാത്രം പറഞ്ഞാൽ മതി. സത്യം മാത്രം ബോധിപ്പിക്കുക. ഹൃദയങ്ങൾ ഒന്നായ 30 വർഷങ്ങൾ. ചാവറ മാട്രിമോണി സിൻസ് 1996. ഇവിടെ ഉറയ്ക്കുന്നതേ വിവാഹമല്ല, വിവാഹ ജീവിതമാണ്. ChavraMatrimony.com, കണക്റ്റിംഗ് ഹാർട്ട്സ്. അതെ, ഒത്തിരി ഹൃദയങ്ങളെ കോർത്തിണക്കി കുടുംബം എന്ന സ്വപ്നം സാക്ഷാത്കരിച്ച ചാവറ മാട്രിമോണിയുടെ 30ാം വർഷം ആഘോഷിക്കുമ്പോൾ ദേ ആർ ഇൻട്രൊഡ്യൂസിംഗ് സീടാക്. നൈജി ചേച്ചി, ഇപ്പം ജിസ്റ്റേട്ടൻ പറഞ്ഞു സമയം കണ്ടെത്തുന്നുണ്ട്, വീട്ടിൽ തന്നെയാണ് എഴുത്തും കാര്യങ്ങളൊക്കെ, മക്കൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നുണ്ട്. അപ്പൊ നമ്മുടെ വീട്ടിലെ കുറച്ച്, ഇപ്പം പറഞ്ഞല്ലോ നമ്മള് സ്ത്രീകളെ ഏറ്റെടുക്കുന്ന ഒരു മേജർ പണി, അവരാണ് വീട് നോക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ഈ വീട് നോക്കുന്ന കോൺട്രിബ്യൂഷനിൽ ജിസ്റ്റേട്ടന്റെ ഒരു എത്ര ശതമാനം കോൺട്രിബ്യൂഷൻ ഉണ്ടാവും? ജിസേട്ടൻ അറിയുന്ന കാര്യങ്ങള് ജിസേട്ടൻ സഹായിക്കാറുണ്ട്. ഉണ്ട്. കൂടുതലായിട്ടില്ല ആള്. സത്യം മാത്രം പറഞ്ഞാൽ മതി, സത്യം മാത്രം ബോധിപ്പിക്കുക. വാസ്തവരഹിതമായി ഒന്നും പറയരുത്. അങ്ങനെ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല, ജിസേട്ടന് അറിയില്ല. സത്യം. അടിപൊളിയാ. കറക്റ്റ് ആയിട്ട് പറയും. പക്ഷെ ഇതാണ് ഭാര്യ. ആദ്യം ജിസിന് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും, പക്ഷെ ഒന്നും അറിയില്ല. അറിയാത്ത കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യാനാണ്? അതായത് ഒന്നാമത്തെ കാര്യം, ഞാൻ ശ്രീചേട്ടൻ പറഞ്ഞ പോലെ മൾട്ടി ടാസ്കിങ് ഇവർ ഏറ്റവും അടുത്ത് കാണുന്ന ആളാണ്. അതായത് ആഡ് ഫിലിം ചെയ്യുന്നുണ്ട്, അതിന്റെ മീറ്റിങ്ങുകൾക്ക് നമ്മൾ തന്നെ പോകണം, അതിന്റെ കോൺസെപ്റ്റ് നമ്മൾ എഴുതണം, തിരക്കഥ നമ്മൾ എഴുതണം, സംഭാഷണം നമ്മൾ എഴുതണം, സിനിമ ഷൂട്ട് ചെയ്യണം, പോസ്റ്റ് നമ്മൾ നോക്കണം, പാട്ടെഴുത്ത് വേറെ സൈഡിൽ കൂടെ എല്ലാ ദിവസവും പോകുന്ന ഒരു പരിപാടിയാണ്. അത് എന്റെ കൂട്ടത്തിലുണ്ട്. ഡബിങ്ങിന് പോകും, കോണ്ടന്റ് റൈറ്റിംഗ്, ഒറേറ്റർ, ഇതെല്ലാം നമ്മൾ കൊണ്ടുപോകണ്ടേ. അതിനിടയിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ, ഇപ്പോൾ നമുക്ക് എനിക്ക് തീർത്തും അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളാണ് പാചകം. ഒട്ടും അറിയില്ല, ഒന്നും അറിയില്ല. എനിക്ക് അറിഞ്ഞുകൂടാത്ത ആ സംഗതിയിൽ പോയി ഞാൻ തല വെക്കാറില്ല. ബിക്കോസ് മറ്റേ പഞ്ചാബി ബോസി പറഞ്ഞല്ലോ, ആർക്കാ മനോഹരമായി തുണി അലക്കാൻ അറിയുന്നത്, എനിക്കറിയില്ല മുതലാളി എന്ന് പറഞ്ഞ അറിയാത്ത കാര്യം അറിയാതിരിക്കുക എന്നുള്ള, ഐ മീൻ അതിൽ പോയി തലയിട്ട് കൊളവാക്കുന്നതിനേക്കാളും അല്ലേ. പക്ഷെ മക്കള് രണ്ടുപേരും ഇപ്പൊ പാചകത്തില് ഭയങ്കരമായിട്ട് നൈജിയെ സപ്പോർട്ട് ചെയ്യുന്ന കാണാറുണ്ട്. അവന് അതിനോട് താല്പര്യമുണ്ട്, പ്രത്യേകിച്ച് മോനൊക്കെ അല്ലേ. മോന് കുറെ കൂടെ താല്പര്യമുണ്ട്, നല്ല ഇഷ്ടമാണ്, കുക്കിംഗ് ചെയ്യണ ഇഷ്ടമാണ്, കൂടെ നിൽക്കും ആള്. അത് ഈ പുതിയ തലമുറയിലെ കുട്ടികൾക്കൊക്കെ പാചകം ഇഷ്ടം. ജിസേട്ടന് ഒന്നും അറിയില്ല എന്ന് പറയണ്ട. നന്നായി കോഫി ഉണ്ടാക്കും, എനിക്ക് ഉണ്ടാക്കി തരാറുണ്ട്. ചൂടുവെള്ളത്തിന് മറ്റേ കലക്കുക. അത് നമ്മൾ ഈ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കിടന്ന സമയത്തൊക്കെ ജിസ് ആയിരിക്കുമല്ലേ കോഫിയൊക്കെ ഉണ്ടാക്കി തന്നത്? അയ്യോ, അതെന്റെ വീട്ടിലായിരുന്നു ഞാൻ കോഫി പക്ഷെ ആ കാലഘട്ടത്തിലൊക്കെ വീട്ടിൽ ചായ ഉണ്ടാക്കിയിരുന്നത് ഞാൻ കൃത്യമായിട്ട്. അതിനുശേഷം പിന്നെ നമ്മൾ പയ്യെ അതിൽ നിന്ന് സ്വിച്ച് ചെയ്ത് മാറുമല്ലോ ഇവർക്ക് അടുക്കളയിൽ കയറാനൊക്കെ പറ്റുന്ന സമയത്ത്. ഏത് കാലഘട്ടത്തില്? പ്രസവ കാലഘട്ടത്തിൽ. കഴിഞ്ഞില്ലേ? 5 കുട്ടികളുണ്ട്, അതിനെ പറ്റി പറയും. അതായത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തില് നമ്മള് 1, 2, മാക്സിമം 3 മാക്സിമം കാണത്തുള്ളൂ. അവിടെയാണ് നിങ്ങൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത്. അതായത് 5 മക്കളുണ്ട്. അത് നിങ്ങളുടെ ഒരുമിച്ചുള്ളൊരു ഡിസിഷൻ ആയിരിക്കുമല്ലോ. തീർച്ചയായിട്ടും. എന്താ ഭയങ്കര ഇഷ്ടമാണോ എന്ന് വെച്ചാൽ കുഞ്ഞുമക്കളെ, ഫാമിലി? അതില് ഇപ്പൊ ഞാൻ ടെസ്സിയെ കല്യാണം കഴിക്കാൻ വേണ്ടി നമ്മൾ പെണ്ണ് കാണുന്ന സമയത്ത് തന്നെ നമ്മൾ പരസ്പരം സംസാരിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ അന്നേ സംസാരിച്ചിട്ടുണ്ട്. ഒരു കുടുംബത്തിലൊക്കെ മക്കളുടെയൊക്കെ കാര്യത്തിലും മക്കൾ ഒരുപാട് വേണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ
ടെസി പറഞ്ഞു എന്റെ ആഗ്രഹം അത് തന്നെയാന്ന് പറഞ്ഞു. എനിക്ക് പണ്ട് ഒരു ഡസൻ ആയിരുന്നു, അതായത് 12 പിള്ളേർ വേണമെന്നായിരുന്നു. പക്ഷെ അത് എന്റെ ഒരു ഫാന്റസി മാത്രമായി ഞാൻ അങ്ങോട്ട് ഒതുക്കി. നടപടി ആവില്ല തോന്നുന്നു. നടപടി ആകാതിരിക്കുന്നില്ല, ആവാലോ. പക്ഷേ ഞാൻ ഒന്നിനെ തന്നെ മേയ്ക്കാൻ ഭയങ്കര പാടെന്നാണ് എന്റെ അപ്പനും അമ്മയൊക്കെ പറയാറ്, ഞാൻ കേൾക്കാറ്. ഒന്നിനെ തന്നെ മേയ്ക്കാൻ ഭയങ്കര പാടാ എന്നുള്ളത്. അവിടെ നിങ്ങൾ 5 എണ്ണത്തെ എങ്ങനെ മേയ്ക്കും? അതിന്റെ ഉത്തരം ടെസി തന്നെ പറയട്ടെ. ഇവിടെ വീട്ടിലുണ്ടാവാറില്ലല്ലോ, പറ. അല്ല, 5 എണ്ണത്തിനെന്ന് പറയുമ്പോൾ നമുക്ക് വലിയൊരു സംഭവം പോലെ തോന്നും. പക്ഷെ ഇത് ഒന്ന് കഴിഞ്ഞാണല്ലോ ഓരോരുത്തരും വരുന്നത്. ഒരുമിച്ചല്ലല്ലോ. ആദ്യത്തെ ഒരാളെ നമ്മൾ വളർത്തി വരുമ്പോ തന്നെ നമ്മൾ എക്സ്പീരിയൻസ് കുറെയൊക്കെ പഠിക്കും. പിന്നെ അടുത്ത ആള് വരുമ്പോ, പിന്നെ അടുത്തടുത്ത് വരുമ്പോ മൂത്തവർ അപ്പോഴത്തേക്കും കുറച്ച് വലുതായിട്ടുണ്ടാവും. അവരുടെ ഒരു ചെറിയ പിന്നെ ഇപ്പൊ എന്റെ 5th അവരാണ് മെയിൻ. ഒരു അമ്മ പോലെ അപ്പം പോലെ നിൽക്കുന്നത് മൂത്തവരാണ്. കാരണം ഞാനില്ലെങ്കിലും അവർക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ അറിയാം, അവരും ചെയ്യും. പിന്നെ എനിക്കിപ്പോ ഏൽപ്പിച്ചു പോകാനാണെങ്കിലും അവർ നോക്കിക്കോളും, അവർക്കും എല്ലാം അറിയാം. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ആദ്യത്തെ കൊച്ചിനെയും 2ാമത്തെ കൊച്ചിനെയും ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. കാരണം അവര് നമ്മുടെ ഫസ്റ്റ് ആണ്, നമുക്കും അറിയില്ല ഇല്ല. അപ്പോൾ അവരെ നോക്കലും കാര്യങ്ങളും എല്ലാം നമുക്ക്, പിന്നെ നമുക്ക് അതിനോട് നമ്മൾ എന്താ പറയാ, എല്ലാം എക്സ്പീരിയൻസിലൂടെ നമ്മൾ പഠിക്കുന്നതല്ല പറയുന്നത്. ഏത് ജോലിയാണെങ്കിലും. ഞാൻ എവിടെയോ വായിച്ചു, 5ാമത്തെ കുട്ടി ഉണ്ടായപ്പോ മൂത്താള് പറഞ്ഞു നിർത്തിക്കോന്നോ, അങ്ങനെ സംഗതി? അങ്ങനെയല്ല, മൂത്ത മോനും എന്റെ 5ാമത്തെ മോളും തമ്മിൽ 21 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അവൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് അവന്റെ അമ്മ ഇപ്പോഴും പ്രസവിക്കുന്നു എന്ന് പറയണത് ഒരു നാണക്കേട് പോലെയൊക്കെ തോന്നിയിട്ടുണ്ടാവും. നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് 27 വർഷമായി. മൂത്താൾക്കും നമ്മൾ 21. മൂത്താൾക്ക് എത്ര വയസ്സായെന്ന് ചോദിക്കുന്നതല്ല. മൂത്താൾക്ക് 21, മൂത്താൾക്ക് ഇപ്പൊ 24 വയസ്സ്, 25 വയസ്സ്. 25 വയസ്സ്. ഏറ്റവും ഇളയ ആൾക്ക് ഇപ്പൊ 4 വയസ്സ്. അല്ല, അതില് ടെസി പറഞ്ഞൊരു വലിയ കാര്യമായിട്ടോ, ഈ നമ്മുടെ മാതാപിതാക്കളുടെ കുടുംബങ്ങളിലേക്കൊക്കെ ഒന്ന് നോക്കിയേ, ആ മൂത്ത ആൾക്കില്ലേ. ഇപ്പൊ എന്റെ ചാച്ചന്റെ ഏറ്റവും ഇളയ സഹോദരിയെ മകളെ പോലെ ആയിരുന്നു. വെക്കേഷനൊക്കെ തൃശ്ശൂർ പോയിട്ട് ആന്റീനെ വിളിച്ചോണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരും. അപ്പോ ഏതാണ്ട് ഇപ്പൊ ഞാനും എന്റെ മൂത്ത മോനും ഇളയ മോളും തമ്മിൽ ആ ഒരു അച്ഛൻ മകൾ ബന്ധം പോലെ നമുക്ക് തോന്നാം. മൂത്ത 2 പെമ്മക്കളും വളരെ ഉത്സാഹത്തോടുകൂടി അമ്മയെ പോലെ തന്നെ കുഞ്ഞുങ്ങളെ പരിപാലിക്കും. അപ്പം ഈ മക്കള് കൂടുതൽ വരുമ്പോൾ ബുദ്ധിമുട്ടാകും എന്ന് പറയുന്നത് ഞങ്ങള് പറയും അത് ശരിയല്ല. കാരണം ദൈവം മനോഹരമായിട്ട് അത് ക്രമപ്പെടുത്തും. ദൈവത്തിന് ഇത് ദൈവത്തിൽ പൂർണ്ണമായിട്ടും അർപ്പിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. ഒരിക്കലും ഇപ്പൊ ഏറ്റവും ഈസി ആയിട്ട് പറഞ്ഞാൽ ഓരോ കുഞ്ഞു ജനിക്കുമ്പോഴും ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഉയർന്നിട്ടേ ഉള്ളൂ. ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നുണ്ട്. ഒരിക്കലും ഒരു വിദ്യാഭ്യാസ കാര്യത്തിലോ ആരോഗ്യ കാര്യത്തിലോ നമുക്കൊരു മോശം അവസ്ഥ ഉണ്ടായിട്ടില്ല. അപ്പം നമുക്ക് ധൈര്യമായിട്ട് പറയാം, ഓരോ മക്കളും ദൈവത്തിന്റെ ദാനം തന്നെയാണ്. നമുക്ക് ആ പ്രോസ്പെരിറ്റി മാത്രമേ മക്കൾ കൂടുന്നതനുസരിച്ച് ഉണ്ടാകുള്ളൂ, ഉറപ്പ്. അത് ഈ നമ്മളെ പുതിയ തലമുറയില് ഞങ്ങളുടെ വീട്ടില് ഇത് നമ്മൾ എവിടെയാ കണ്ടിട്ടുള്ളത്? എൻ്റെ ചാച്ചൻ്റെ വീട്ടിലും അമ്മച്ചിയുടെ വീട്ടിലും ടെസിയുടെ പേരൻസിന്റെ വീട്ടിലും ഒക്കെ നമ്മൾ പോകുമ്പോൾ കുടുംബയോഗങ്ങൾക്ക് എന്തോരം പേരാ. ഈ 10ഉം 12ഉം മക്കളുള്ളപ്പോഴല്ലേ അവരുടെ മക്കളും ഒക്കെ കൂടി വന്ന് നമ്മുടെ നമ്മളൊരു വലിയ കൂട്ടുകുടുംബത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെയാണ് കേട്ടോ ചിന്ത വന്നത്. അപ്പോൾ നമുക്കും വേണം അതുപോലെ ഒരു വലിയ ഗ്രൂപ്പ്. അങ്ങനത്തെ ഒരു ചിന്തയിൽ നിന്ന് വലിയൊരു ടീം. ഞങ്ങളുടെ ഇടയ്ക്ക് 2 കുഞ്ഞുങ്ങൾ മിസ്സായി പോയി. ആ മിസ്സായി പോയില്ലായിരുന്നെങ്കിൽ 7 ആയിരുന്നു ഞങ്ങളുടെ. അടിപൊളി അടിപൊളി അടിപൊളി. ഹൃദയങ്ങൾ ഒന്നായ 30 വർഷങ്ങൾ. ചാവറ മാട്രിമണി സിൻസ് 1996. ഇവിടെ ഉറയ്ക്കുന്നതേ വിവാഹമല്ല, വിവാഹ ജീവിതമാണ്.